നമ്മൾ സഞ്ജു സാംസനെ വാഴ്ത്തുന്നതിനോടൊപ്പം ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയട്ടെ. വെസ്റ്റ് ഇൻഡീസിൻ്റെത് ഒരു മോശം ബൗളിംഗ് ലൈനപ്പാണ്. ആ മോശം ബൗളിംഗ് ലൈനപ്പിൽ 19.2 ഓവർ എടുത്തു നമ്മൾ 195 ചേസ് ഡൗൺ ചെയ്യാൻ. അത് സഞ്ജുവിൻ്റെ കുറ്റമായിട്ടല്ല ഞാൻ പറയുന്നത്, കുറ്റം ബാക്കിയുള്ള 10 ഇന്ത്യൻ താരങ്ങൾക്കാണ്. ബാറ്റിങ്ങിൽ നമ്മൾ വളരെ മോശമായിരുന്നു. ഫീൽഡിങ്ങിൽ നമ്മൾ 2 ക്യാച്ച് അഭിഷേക് ശർമ്മ ഡ്രോപ്പ് ചെയ്യുന്നു, 1 ക്യാച്ച് തിലക് വർമ്മ ഡ്രോപ്പ് ചെയ്യുന്നു, വരുൺ ചക്രവർത്തി റൺ ഔട്ട് ചാൻസ് ഡ്രോപ്പ് ചെയ്യുന്നു. ആസ് എ ടീം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ ടീമുമായിട്ടാണ് നമ്മൾ സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ കളിക്കാൻ പോകുന്നതെന്ന് ഓർക്കുക. സൗത്ത് ആഫ്രിക്കയെ പോലെ ഒരു ബ്രഹ്മാണ്ഡ ടീം വന്നപ്പോഴേക്കും നമ്മൾ പരാജയപ്പെട്ടത് 76 റൺസിനാണ്, ഓർമ്മയുണ്ടാവും. അങ്ങനെ നെറ്റ് റൺ റേറ്റ് കൂട്ടിയും കഴിച്ചുമൊക്കെയാണ് നമ്മൾ അവസാനം ഇപ്പോൾ സെമി ബർത്ത് ഉറപ്പിച്ചിരിക്കുന്നത്. വെസ്റ്റ് ഇൻഡീസിനെതിരെ മത്സരത്തിൽ നമ്മൾ ജയിച്ചു എന്നത് പറയേണ്ടെങ്കിൽ പോലും ഇംഗ്ലണ്ടിനെതിരെ ഇത്രയും അനായാസമായിരിക്കില്ല കാര്യങ്ങൾ. കാരണം ഇംഗ്ലണ്ട് ഇസ് എൻ ഓൾറൗണ്ട് സൈഡ്. അവർക്ക് ബാറ്റിംഗ് ഉണ്ട്, ഓൾറൗണ്ടേഴ്സ് ഉണ്ട്, ബൗളേഴ്സ് ഉണ്ട്. എല്ലാ അർത്ഥത്തിലും ഫയർ ചെയ്യാൻ കഴിയുന്ന പ്ലേയേഴ്സ് തന്നെയാണ് ഇംഗ്ലണ്ടിനുള്ളത്. ലെഡ് ബൈ ഹാരി ബ്രൂക്ക്. ഇംഗ്ലണ്ട് ഹാസ് ചരിത്രം, ഒരു ഹിസ്റ്ററി ഉണ്ട് ഇംഗ്ലണ്ടിന് പറയാനായിട്ട്. അപ്പോൾ ആ രീതിയിൽ ഇന്ത്യ കളിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് ഫൈനൽ ഉറപ്പിക്കാൻ കഴിയൂ. അപ്പുറത്ത് ഒരു സെമി ഫൈനൽ സ്പോട്ട് കിടക്കുന്നത് ന്യൂസിലൻഡ് വേഴ്സസ് സൗത്ത് ആഫ്രിക്കയാണ്. ആ മത്സരം ആര് ജയിച്ചാലും, ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയാണ് ജയിക്കുന്നതെങ്കിൽ ഇന്ത്യ ജയിച്ചു കഴിഞ്ഞാൽ 2024 T20 ലോകകപ്പിൻ്റെ ഫൈനലിൻ്റെ അതേപോലെ റെപ്ലിക്കയാവും. അതാവുമ്പോൾ ഇല്ലയോ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. രണ്ടുപേർക്കും പറയാനാണെങ്കിൽ റൈവൽറി ഉണ്ട്. സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം ആ 2024 ഫൈനലിൻ്റെ കണ്ണീര് മാറ്റുക എന്നുള്ളതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സൗത്ത് ആഫ്രിക്കയാണ് എതിരാളികളെങ്കിൽ ഇത്തവണത്തെ സൂപ്പർ 8ൻ്റെ തോൽവി മറികടക്കുക എന്നുള്ളതാണ്. അങ്ങനെ അതൊരു ത്രില്ലിംഗ് ആയിരിക്കും. എന്നാൽ പോലും ഇംഗ്ലണ്ടുമായിട്ട് ഈ കളി പോയാൽ നടക്കില്ല എന്ന് പറയേണ്ടി വരും. ബൗളിങ്ങിൽ നമ്മൾ ഭയങ്കര മോശമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വരുൺ ചക്രവർത്തി കൺസിസ്റ്റൻ്റ് ആയിട്ട് 10 റൺസ് പെർ ഓവർ കൊടുക്കുന്നു, അർഷദീപും അതുപോലെ തന്നെ കൊടുക്കുന്നു, പാണ്ഡ്യ എക്സ്പെൻസീവ് ആവുന്നു, ബുംറയെ പിക്ക് ചെയ്യുന്നു. ബുംറ 2 വിക്കറ്റുകൾ എടുത്തു. അത് തന്നെയായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് വിളിക്കാമെങ്കിൽ പോലും ബുംറയും പിക്ക് ചെയ്യുന്നുണ്ട് ആളുകൾ. അങ്ങനെ അക്സർ പട്ടേലും അടി വാങ്ങുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഇന്ത്യൻ ബൗളേഴ്സിന് പിക്ക് ചെയ്യുന്നുണ്ട് വെസ്റ്റ് ഇൻഡീസ് പ്ലെയേഴ്സ് എന്ന് പറയേണ്ടി വരും. പക്ഷേ ഇംഗ്ലണ്ടും അതുപോലെയല്ല. നമ്മൾ ഇംഗ്ലണ്ട് ടീമിന് ഒരിക്കലും അങ്ങനെ കുറച്ച് കാണാൻ കഴിയില്ല. ജോസ് ബട്ട്ലറൊക്കെ ഫോം ഔട്ടായിട്ട് നിൽക്കുകയാണ്. ഞാൻ ഇതുവരെ ജോസ് ബട്ട്ലർ ഇങ്ങനെ ഒരു ഫോം ഔട്ടായിട്ട് നിൽക്കുന്നത് കണ്ടിട്ടേ ഇല്ല. അങ്ങനൊരു സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ അങ്ങ് ഇംഗ്ലണ്ടിനെ എഴുതി തള്ളാനും കഴിയത്തില്ല. സോ അങ്ങനെ ഒരു പോയിന്റ് വരുമ്പോഴാണ് ഇംഗ്ലണ്ടിനെ എത്രമാത്രം ഇക്വേഷനിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയുന്ന ഒരു ചോദ്യം വരുന്നത്. ഇന്ത്യ ഹാവ് ടു റൈസ് അപ്പ്. ഫീൽഡിങ്ങിൽ റൈസ് ചെയ്യണം. ഒരു ഘട്ടത്തിൽ ഇന്ത്യ ഫീൽഡിങ്ങിന് ഏറ്റവും പേര് കേട്ടിരുന്ന ഒരു ടീമാണ്. സ്റ്റാർട്ടിംഗ് ഫ്രം യുവരാജ് സിംഗ്, മുഹമ്മദ് കൈഫിൽ നിന്ന് രവീന്ദ്ര ജഡേജയിൽ വരെ പോയി നിൽക്കുന്ന, സുരേഷ് റെയ്നയും വരെ എത്തി നിൽക്കുന്ന ഒരു ഫീൽഡിംഗ് യൂണിറ്റ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ നിലവിൽ നമുക്കൊരു പേരെടുത്ത് പറയാൻ കഴിയുന്നൊരു ഫീൽഡർ ഉണ്ടോ? ഇല്ല. സത്യമായിട്ട് നമുക്കൊരു പേരെടുത്ത് പറയുന്ന ഒരു ഫീൽഡർ ഇല്ല. സൂര്യകുമാർ യാദവ് കഴിഞ്ഞ ദിവസത്തിൽ ഒരു ബ്രഹ്മാണ്ഡ കാച്ച് എടുത്തെങ്കിലും സഞ്ജു സാംസൺ കീപ്പിംഗ് ഗ്ലൗസിൽ നിന്നൊരു വിസ്മയം തീർത്ത 2-3 സേവ്സ് നടത്തിയെങ്കിൽ പോലും നമുക്ക് പേരെടുത്ത് പറയാനൊരു ഫീൽഡർ ഇല്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അങ്ങനെ പന്ത് ഉയർന്നു പൊങ്ങുകയാണ്. അവിടെ ആ ഫീൽഡറിൻ്റെ കയ്യിൽ സുരക്ഷിതമാണ്. നമുക്ക് നിലവിൽ ഗ്ലെൻ ഫിലിപ്സിനെ പോലെ പറയാൻ പറ്റുന്ന ഒരു പ്ലെയർ ഇന്ത്യക്കില്ല. നമുക്ക് ഹാരി ബ്രൂക്ക് എന്ന് പറയാൻ പറ്റുന്ന ഒരു പേര് ഇന്ത്യക്കില്ല. ഡേവിഡ് മില്ലർ എന്ന് പറയാൻ പറ്റുന്ന ഒരു പേര് ഇന്ത്യക്കില്ല. അങ്ങനെ ഒരു ഫീൽഡർ നിലവിൽ ഇന്ത്യക്കില്ല. അത് നമുക്കൊരു വലിയ പ്രശ്നം തന്നെയാണെന്നും പറയാതിരിക്കാൻ കഴിയില്ല. റിങ്കു സിംഗ് ഗ്രൗണ്ട് ഫീൽഡിംഗ് അതിഗംഭീരമാക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ പറയുന്നത് ക്യാച്ചസ് വിൻ മാച്ചസ്, അത് ഉഴപ്പാൻ കഴിയില്ല എന്നത് തന്നെയാണ്. സോ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ സ്ട്രാറ്റജീസ് മാറ്റേണ്ടി വരും. ടീം കോമ്പിനേഷൻ മാറ്റണമേ എന്നല്ല ഞാൻ പറയുന്നത്. ഈ 11 പേരും അതുപോലെ ഉണ്ടാവണം. പക്ഷേ ദേ വിൽ ഹാവ് ടു വർക്ക് ഓൺ ദ ബൗളിംഗ് ആൻഡ് ഫീൽഡിംഗ് ആൻഡ് ബാറ്റിംഗ് ആസ് വെൽ. ഒരാൾ നിന്ന് കളിക്കാൻ സഞ്ജുവിനെ പോലെ എപ്പോഴും സഞ്ജുവിനെ തന്നെ കളിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. സ്വാഭാവികമായിട്ടും അനദർ പ്ലെയർ ഹാസ് ടു റൈസ്. ഇപ്പോൾ ഇംഗ്ലണ്ടാണ് ആദ്യം ബാറ്റ് ചെയ്യുന്നത് ആൻഡ് ഇഫ് ദേ പോസ്റ്റ് ഗുഡ് ടോട്ടൽ, അത് ചേസ് ഡൗൺ ചെയ്യാൻ ഒരാൾ അപ്പുറത്ത് ഉരുക്ക് പോലെ ഉണ്ടാവണം. അത് വളരെ വ്യക്തമായിട്ട് ഉണ്ടായേ പറ്റുള്ളൂ. ഒരു ഘട്ടത്തിൽ വിരാട് കോഹ്ലിക്കായിരുന്നു ആ മൊത്തം ഭാരവും എടുത്ത് തലയെ കൊണ്ട് വെച്ചിരുന്നത്. അതുപോലൊരു പ്ലെയർ ആയിട്ട് സഞ്ജുവിനെ മാറ്റാണ്ട് ദെയർ മസ്റ്റ് ബി എ പ്ലെയർ ഹൂ ഷുഡ് റൈസ് ആൻഡ് അക്സെപ്റ്റ് ദ സിറ്റുവേഷൻ ആൻഡ് പ്ലേ അക്കോർഡിംഗ്ലി. അതനുസരിച്ച് വന്നാൽ മാത്രമേ ഇന്ത്യക്ക് ഇംഗ്ലണ്ടിനെതിരെ ഒരു രക്ഷ ഉണ്ടാവുള്ളൂ എന്നാണ് വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയെ പോലെ ഒരു പട്ടുകൂറ്റൻ തോൽവിയൊക്കെ ഇന്ത്യ വഴങ്ങേണ്ടി വരും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒന്നും ഇന്ത്യക്ക് ഉണ്ടാവാതിരിക്കട്ടെ. എല്ലാ ഫോൾട്സും മറികടന്നുകൊണ്ട് 5-ം തീയതിയാണ് ഇന്ത്യ ഇംഗ്ലണ്ട് സെമി ഫൈനൽ വരുന്നത്. സെമി ഫൈനൽ 2 ആണ്. അപ്പോൾ നമുക്ക് ഇന്ത്യ മത്സരത്തിന് മുമ്പ് തന്നെ ഒരു ഫൈനലിസ്റ്റ് ആരാണെന്ന് വ്യക്തമാകും. ന്യൂസിലൻഡ് ഓർ സൗത്ത് ആഫ്രിക്ക, രണ്ടുപേരും അതിശക്തരായ ടീമുകളാണ്, പറയാതിരിക്കാൻ വഴിയില്ല. സൗത്ത് ആഫ്രിക്ക ആർ അൺബീറ്റൺ ആൻഡ് അതുപോലെയാണ് ന്യൂസിലൻഡ് കഴിഞ്ഞ മത്സരത്തിൽ കാണിച്ചൊരു മണ്ടത്തരം. ഗ്ലെൻ ഫിലിപ്സിനൊക്കെ ഒരു 18th ഓവർ കൊടുത്തുകൊണ്ട് മാത്രമാണ് ന്യൂസിലൻഡ് പരാജയപ്പെട്ടത്. എന്നാൽ പോലും ബട്ട് ന്യൂസിലൻഡ് ആർ ഓൾസോ സ്ട്രോങ് സൈഡ്. പക്ഷേ ഇന്ത്യക്ക് കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. നന്നായി കളിച്ചില്ലെങ്കിൽ റിസൾട്ട് വിപരീതമാവും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.